Hello everybody. ഇന്ന് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായ കൊളോയിഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കൊളോയിഡ്സ്? അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലുള്ള സൊല്യൂഷൻസ്, ദാറ്റ് ഈസ് ഒന്ന് ട്രൂ സൊല്യൂഷൻ, ഇനി ഒന്ന് സസ്പെൻഷൻ. ഇതിനെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും. അപ്പോൾ എന്താണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഈസ് എ സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻസ് നിങ്ങൾക്കറിയാം, ഇത് എന്താണിത്? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ ഹാവിങ് എ സൈസ്. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ സൈസ് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 നാനോമീറ്റർ. അപ്പോൾ നാനോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻9 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് തീരെ ചെറുതാണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. ഞാൻ പറഞ്ഞല്ലോ, ഫോർ എക്സാമ്പിൾ KCl ഇൻ വാട്ടർ, ഇല്ലെങ്കിൽ NaCl ഇൻ വാട്ടർ, ഇതെല്ലാം എന്താണ്? ട്രൂ സൊല്യൂഷൻസ് ആണ്. ഇവിടെ ദ പാർട്ടിക്കിൾസ് പ്രസന്റ് ദ ട്രൂ സൊല്യൂഷൻ ആർ ഇൻവിസിബിൾ. നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ കൂടെ അത് കാണാൻ പറ്റത്തില്ല. ഈവൻ അണ്ടർ എ പവർഫുൾ മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ പാർട്ടിക്കിൾസ് ഓഫ് ദി ട്രൂ സൊല്യൂഷൻ കനോട്ട് ബി സീൻ, ബട്ട് ദേ ക്യാൻ ഈസിലി പാസ് ത്രൂ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ. അപ്പോൾ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഈസിലി പാസ്സായിപ്പോയി. എവിടെയാണ്? ത്രൂ ഓർഡിനറി ഫിൽറ്റർ പേപ്പർ എടുത്താലും, ഇല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ. പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ആനിമൽ മെംബ്രെയിൻസ് ഓഫ് ദറ്റ് ഈസ് വിച്ച് ഇസ് മെയ്ഡ് ഫ്രം ദി സ്കിൻ ഓഫ് സർട്ടൺ ആനിമൽസ്. അപ്പം ദേ ക്യാൻ ഈസിലി പാസ് ത്രൂ ദി പാർച്ച്മെൻറ്റ് മെംബ്രെയിൻ ആൻഡ് ദി പാർട്ടിക്കിൾസ് ആർ ഇൻവിസിബിൾ ഈവൻ അണ്ടർ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ അതാണ് ട്രൂ സൊല്യൂഷൻ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ട്രൂ സൊല്യൂഷൻ. ഇനി അടുത്ത വേറൊരു ക്ലാസ് ഉണ്ട്, ദറ്റ് ഈസ് കോൾഡ് ആസ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻസ്, ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ, ഇറ്റ് ഈസ് 10⁻³ നാനോമീറ്റർ. ഫോർ എക്സാമ്പിൾ സാൻഡ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ എടുക്കാം. ദീസ് ആർ ഓൾ സസ്പെൻഷൻസ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വലുതായതുകൊണ്ട് ദേ ആർ വിസിബിൾ ഈവൻ ഫോർ നേക്കഡ് ഐ. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ദേ ഡു നോട്ട് പാസ് ത്രൂ ദി പോർസ് ഓഫ് ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഓർ ആനിമൽ മെംബ്രെയിൻസ്. അപ്പോൾ അതാണ് സസ്പെൻഷൻ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള സൊല്യൂഷൻസ് നമ്മൾ കേട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്, ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും. ഇനി ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്, ദറ്റ് ഈസ് കൊളോയിഡൽ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് കൊളോയിഡൽ സൊല്യൂഷൻ? അപ്പോൾ ഇവിടെ പാർട്ടിക്കിളിൻ്റെ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് ആർ ലെസ് ദാൻ 1 നാനോമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ സസ്പെൻഷനിൽ പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് മോർ ദാൻ 1000 നാനോമീറ്റർ. അപ്പോൾ കൊളോയിഡൽ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ ഉണ്ടായിരിക്കണം? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹാവിങ് എ സൈസ് ഇൻ ബിറ്റ്വീൻ 1 nanometer and 1000 nanometer. That is, the particles of colloidal solutions are intermediate in size between the particles of true solution and suspension. ഇല്ലെങ്കിൽ colloidal state is an intermediate state between true solution and suspension. ഒരു നല്ല എക്സാമ്പിൾസ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ് സ്റ്റാർച്ച് ഇൻ വാട്ടർ. അപ്പോൾ ഇവിടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. വി കനോട്ട് സീ ദീസ് പാർട്ടിക്കിൾസ് വിത്ത് അവർ നേക്കഡ് ഐ, ബട്ട് ദേ സ്ലോലി പാസ്, ബട്ട് ദേ ആർ വിസിബിൾ അണ്ടർ എ പവർഫുൾ അൾട്രാ മൈക്രോസ്കോപ്പ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പാർട്ടിക്കിൾസ് വിസിബിൾ ആണ്. ഈ പാർട്ടിക്കിൾസ് ദേ ക്യാൻ സ്ലോലി പാസ് ത്രൂ ദി ആനിമൽ മെംബ്രെയിൻസ്, അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് മെംബ്രെയിൻസ്. അപ്പോൾ ഇതാണ് കൊളോയിഡൽ സ്റ്റേറ്റ്. അപ്പോൾ കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ ദി ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ടേബിൾ ബോർഡിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ ട്രൂ സൊല്യൂഷൻ, 3 കൊളോയിഡൽ സൊല്യൂഷൻ, സസ്പെൻഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ based on the size of the particles, solutions can be classified into 3 types. First one, true solution. Second one, suspension. മൂന്നാമത്തേത് colloidal solution.
അപ്പോൾ നിങ്ങൾ ഒരു 5-6 പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നേച്ചർ. ട്രൂ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹോമോജീനിയസ് ആണ്. പക്ഷേ കൊളോയിഡൽ സൊല്യൂഷൻ സസ്പെൻഷൻ ആകുമ്പോൾ ഇറ്റ് ഈസ് ഹെറ്ററോജീനിയസ്. പാർട്ടിക്കിളിൻ്റെ സൈസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. എന്താണ് പാർട്ടിക്കിൾസ്? ട്രൂ സൊല്യൂഷൻസ് നമുക്കറിയാം മെയിൻലി അത് അയോൺസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവും. പക്ഷേ കൊളോയിഡൽ സസ്പെൻഷനിൽ ഇത് എന്തായിരിക്കും? ഒന്നിൽ അതൊരു സിംഗിൾ മാക്രോ മോളിക്യൂൾ ആയിരിക്കും, ഒരു വലിയ മോളിക്യൂൾ, മാക്രോ മോളിക്യൂൾ, സിംഗിൾ മാക്രോ മോളിക്യൂൾ ഓർ അഗ്രിഗേഷൻ ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ്. സസ്പെൻഷനിലായത് തന്നെയാണ് അഗ്രിഗേഷൻ ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റംസ്. ഇനി പാർട്ടിക്കിൾ സൈസ് പറയുന്നത് ട്രൂ സൊല്യൂഷൻ 0.1 and 1 നാനോമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 0.1 and 1 നാനോമീറ്റർ. Colloidal solution between 1 and 1000 nanometer. Suspension more than 1000 nanometer. Setting of particles. True solution la particles do not settle down. Colloidal solution la they do not settle down. Suspension la namakariya the particles settles down. Next, true solution la they can easily pass through the parchment membrane or animal membrane. Ordinary filter paper they easily pass. Colloidal solution means they only slowly pass through these membranes. Suspension, they do not pass through these membranes. In a true solution, particles are invisible even under a powerful ultra microscope. Colloidal solution, they are visible under a powerful ultra microscope. Suspension എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണിൽ കൂടെ കാണാൻ പറ്റുന്നതാണ്. They are visible for the naked eye.